guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കണ്ടല്ലോ ഒരു സ്പെഷ്യൽ ലുക്കാണ്. അതും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ലുക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യാൻ പോകണം. ഇത് എൽഫിൻ്റെ പ്രൈമറാണ്, പോർലെസ് പ്രൈമർ. അപ്പോൾ അതിന് ഒരു 2-3 പമ്പ് എടുത്തിട്ട് ഞാൻ മൂക്കിൽ, കവിളിൽ, തടിയിൽ, മുഖം മുഴുവൻ അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, കാരണം നമുക്കിത് നല്ല പെർഫെക്റ്റ് ലുക്കായിട്ട് വരണം. അതിനുശേഷം ഞാൻ മാക്കിൻ്റെ പിങ്ക് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് നല്ല വിത്തിൻ ഗ്ലോ തരും ഈ ഒരു പിങ്ക് സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്താൽ. അതിനുശേഷം ഞാൻ ഫൗണ്ടേഷൻ എടുക്കുകയാണ്. ഫൗണ്ടേഷൻ ഞാനിവിടെ മേബിലാൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. എൻ്റെ ഷെയ്ഡ് 332. അപ്പോൾ അത് ഞാനൊരു 2 പമ്പ് എടുത്തിട്ട് ആദ്യം ഞാൻ ഒരു ബ്രഷുണ്ട്, ഇത് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം ഞാനൊരു ബ്രഷ് വെച്ചിട്ട് സ്പോഞ്ച് നനച്ചിട്ട് അത് വെച്ചിട്ടും ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. കൺസീലറിന് വേണ്ടിയിട്ട് ഞാൻ മാക്കിൻ്റെ കൺസീലറാണ് എടുക്കുന്നത്. എൻ്റെ ഷെയ്ഡ് NC42. അപ്പോൾ കൺസീലർ ഞാൻ കണ്ണിൻ്റെ അവിടെ, ചുണ്ടിൻ്റെ അവിടെ, പിഗ്മെൻറ്റേഷൻ ഉള്ളവിടെ, പിമ്പിൾ മാർക്സ് ഉള്ളവിടെയൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡർ അല്ലെങ്കിൽ ആ സ്പോഞ്ച് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ കൺസീലർ ഞാൻ കണ്ണിൻ്റെ മേലേക്കും ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അതിനുശേഷം ഞാൻ മേബിലാൻ്റെ ഫിറ്റ് മീ ലൂസ് പൗഡർ എടുക്കുകയാണ്. അത് വെച്ചിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്യുകയാണ് കൺസീലർ. ആക്ച്വലി ഫുൾ ഫേസ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം മേക്കപ്പ് കുറേ നേരം അനക്കാതെ ഇരിക്കും. ഒരു ഫുൾ കവറേജ് മേക്കപ്പാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എല്ലാവിടേക്കും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കോണ്ടോർ ചെയ്യാം. അപ്പോൾ നല്ല ഷാർപ്പ് ഫേസായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ മൂക്ക് ഒന്ന് കോണ്ടോർ ചെയ്യാണ്. അതുമാതിരി കവിള്, നെറ്റി, താടി എല്ലാം കോണ്ടോർ കെ ബ്യൂട്ടിയുടെ കോണ്ടോറിങ് സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് കോണ്ടോർ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. മൂക്ക് ചെയ്തു, കവിള് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കവിളിൻ്റെ അവിടെ. അതിനുശേഷം നെറ്റി, അതിനുശേഷം താടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോൺസും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആപ്രിക്കോട്ട് എന്ന് പറയുന്ന ഒരു ബ്ലഷാണ്. ഈ ഒരു ബ്ലഷ് ചെറിയൊരു ഹൈലൈറ്റർ ബ്ലഷാണ്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ചെറിയൊരു ഷിമ്മർ ഉണ്ട്, വളരെ സട്ടിലായിട്ടൊരു ഷിമ്മർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽത്തി ഗ്ലോ ആയിട്ട് വരും. അപ്പോൾ അത് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ ആക്ച്വലി വേറെ ഹൈലൈറ്റർ വേണ്ട. പക്ഷേ ഞാൻ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിക്സിൻ്റെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. കുറച്ച് അധികം മടിച്ചു, അതുകൊണ്ട് ഞാൻ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഐബ്രോസ് ഷേപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ബെനഫിറ്റിൻ്റെ ബ്രോ ജെൽ നമ്പർ 6 എടുത്തിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാണ്. ഇത് കണ്ണ് കണ്ടില്ലേ, നിങ്ങൾ ആദ്യം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടാവും. കണ്ണ് ഭയങ്കര ഒരു ബ്രൗൺ ഐസും. ലിപ്സിൽ നമുക്ക് ഏത് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും, എന്ത് ബ്രൈറ്റ് ലിപ്സ്റ്റിക്ക് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിനി കണ്ണിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാനൊരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൽ ക്രീസിൻ്റെ തൊട്ട് മേലെയായിട്ട് ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യാണ്. അതിനുശേഷം അതിൻ്റെ താഴെയുള്ള കുറച്ചുകൂടെ ഒരു ഡാർക്കർ ബേൺഡ് ഓറഞ്ചിനെക്കാട്ടിലും കുറച്ചുകൂടെ ഡാർക്കർ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ശരിക്കും ക്രീസിൽ അപ്ലൈ ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഉള്ള ഡാർക്ക് ബ്രൗണിനെക്കാട്ടിലും കുറച്ചുകൂടെ ഉള്ള ഒരു ലൈറ്റർ ബ്രൗൺ വെച്ചിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ, ആക്ച്വലി ഇറ്റ്സ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഔട്ടർ കോർണറിൽ ഒരു ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ഷെയ്ഡ് മാതിരി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കാണുന്നുണ്ടല്ലോ.
അതിനുശേഷം ഈ ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ കണ്ണിൻ്റെ മേലെ ബാക്കിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാണ്. ഇന്നർ കോർണേഴ്സിലും മിഡിൽ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്യാണ്. ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേബിലാൻ്റെ മാസ്റ്റർ ക്രോം ഹൈലൈറ്റർ എടുത്തിട്ട് ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യണം. അതേമാതിരി ഐബ്രോൻ്റെ താഴെയും ഐബ്രോസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഇനി ഞാൻ കണ്ണ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലമിൻ്റെ ബ്രൗൺ കാജൽ എടുത്തിട്ട് മേലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു ബ്രഷ് വെച്ചിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ബ്ലാക്ക് ഭയങ്കര ബോൾഡായി പോകും. അപ്പോൾ നമ്മുടെ ഐ ലുക്ക് ഓൾമോസ്റ്റ് ബ്രൗണിൻ്റെ ഷെയ്ഡ്സൊക്കെ ആയതുകൊണ്ട് ബ്രൗൺ ആണ് ഇതിൽ പെർഫെക്റ്റ് ആയിരിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക. അതിനുശേഷം ഇത് മേബിലാൻ്റെ സ്കൈലൈൻ മസ്കാര ഭയങ്കര ഫേമസ് ആണ്. നല്ല സൂപ്പർ മസ്കാര, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് അപ്ലൈ ചെയ്യുകയാണ്. കൺപീലിയിൽ കണ്ണിൻ്റെ താഴേക്ക് ഞാൻ വീണ്ടും ആ ഒരു ബേൺഡ് ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണ് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഔട്ടർ കോർണറിൽ ഞാൻ ആ ഒരു ബ്രൗൺ ഷെയ്ഡ് ഔട്ടർ കോർണറിൽ അപ്ലൈ ചെയ്യുകയാണ്. ജസ്റ്റ് ആ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം. അതിനുശേഷം നമ്മുടെ ബ്രൗൺ പെൻസിൽ കാജൽ വെച്ചിട്ട് അതും ഔട്ടർ കോർണറിൽ ജസ്റ്റ് ഒന്ന് വാട്ടർ ലൈനിലൊന്ന് വരയ്ക്കുകയാണ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് ആ ഒരു ഫുൾ കണ്ണിൽ എഴുതിയിട്ടില്ല, ഒരു 1/4 ഭാഗത്ത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്നിട്ട് അത് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് നൈക്കയുടെ 12M എന്ന് പറയുന്ന ഒരു റെഡ് ഷെയ്ഡാണ്. അപ്പോൾ അത് ഞാൻ ചുണ്ടിൽ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിപ്പ് ലൈൻ ചെയ്ത ശേഷം വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ടാണ് ലിപ്സ്റ്റിക്കിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ കമ്മലിട്ടു, മുടി ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു ലുക്ക്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്യണമെങ്കിൽ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. ബൈ ബൈ.